Mr. Tube Mix. ചിരട്ട വെച്ച് എങ്ങനെ ചെറുതായി എടുക്കുന്നതാണ് ഞാൻ ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത്. ആദ്യം തന്നെ ചെവിയിൽ ഈച്ച പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് തോർത്ത് ഇട്ടാണ്. ചെവിയിൽ പോകാതിരിക്കാൻ വേണ്ടി കെട്ടിയിലും കുഴപ്പമില്ല, എന്നാലും ചെറിയ സേഫ്റ്റി പോയാലോ എന്ന്. പിന്നെ ഇതിന് കൃത്യമായിട്ട് അളവിൽ ഒരു കോല് വയ്ക്കുക കൂടിന്. അതെന്തിനാന്ന് വെച്ചാൽ പിന്നെ ഞാൻ പറയാം. പിന്നെ നമ്മളിവിടെ ഇത് ഉറച്ച് ഉറപ്പിച്ച് വെച്ചുകൊണ്ടാണ് ഇത് ആദ്യം കളയും, അല്ലെങ്കിൽ പിന്നീട് രണ്ടാമത് വയ്ക്കുമ്പോൾ ഇത്തിരി തടസ്സവും. കളയാണെങ്കിൽ എളുപ്പമുണ്ട്. ഇത് എല്ലാ ദിവസവും കളയുക. ഇതിൻ്റെ നല്ല മണ്ണൊക്കെ കളഞ്ഞിട്ടുണ്ട്. ഇനി എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുപ്പി കുഞ്ഞു കുഞ്ഞൊന്ന് തുളച്ചേക്കാം. മുട്ട് സൂചി കൊണ്ട് പിന്നെ കൊണ്ട് കുഞ്ഞു എയറ് കടത്താൻ വേണ്ടിയിട്ട്. അതിനുശേഷം ഇപ്പം ഇങ്ങനെ മുട്ടി ഇതിനകത്ത് കൃത്യമായിട്ട് ആ ഓട്ടയിൽ വെച്ചിട്ട് പയ്യെ മുട്ടി കുറയ്ക്കാം. തൊട്ടടുത്തിന് കൂടെ ഉള്ളത് കൊണ്ട് തന്നെ അടച്ചു വെച്ചാണ്, അതിൽ നിന്ന് ഈച്ച വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. ഇത് ആക്രമിക്കുന്ന ഈച്ചകളാണെങ്കിൽ തന്നെ ഇങ്ങനെ കൊട്ടിനകത്തേക്ക് ആക്കി കഴിഞ്ഞാൽ ആക്രമിക്കുന്ന ഈച്ചകളൊക്കെ ഇതിനകത്തേക്ക് വരുമ്പോൾ ഇനി ഇപ്പൊ എടുത്ത് ഇതിന്റെ അടപ്പിനടയ്ക്കാം. എല്ലാ ഈച്ചകളും ഇതിനകത്ത് ഇങ്ങനെ ഒരു തണലത്ത് കുറച്ച് നേരത്തേക്ക് തണലത്തുണ്ടായിരിക്കും. ഒരു സ്ക്രൂ ഡ്രൈവർ വെച്ച് തിക്കി എടുക്കാം. ഇത് എന്തോരം വലിച്ചാലുണ്ടാവും, വലിച്ചു പിടിച്ചാലും പോയില്ല, നല്ല സ്ട്രോങ് ആണ്. എല്ലാ സൈഡും തിക്കി നിർത്തി തേനാണ്. പൊക്ക നിർത്തുക. ഇതിന്ന് ഇപ്പൊ ഇത് മുട്ടകളാണ്. മുട്ട മാറ്റിയിട്ട് സൈഡിലെ തേനെടുക്കാം. സാധാരണ മുട്ടകൾ ഉണ്ടാവാറില്ല. ഇതിപ്പോ എന്തോ മുട്ട ഉണ്ട്. ഇത് വേണമെങ്കിൽ നമുക്ക് വേറെ കൂടാക്കി ഇത് ചെയ്യാം. ഇത് വേറെ കൂട്ടിലേക്ക് മാറ്റാൻ വേണമെങ്കിൽ, കാരണം മുട്ടയുണ്ട് ഇതിനകത്ത്, റാണിയുടെ മുട്ടയുണ്ട് ഇതിനകത്ത്, റാണിയുണ്ട്. വേണമെങ്കിൽ വേറെ കൂടാക്കി മാറ്റാം. ഞാൻ അത് ചെയ്യണില്ല, ഇതേപോലെ എടുത്ത് വയ്ക്കാണ്. നമ്മളെടുത്തു. ഇത് തേൻ എടുക്കുമ്പോൾ എന്താ ചെയ്യുന്നത്, ശരിക്കും തീർത്തെടുക്കാം. അല്ലെങ്കിൽ നമ്മൾ ചിരട്ട രണ്ടാമത് വയ്ക്കുമ്പോൾ തേൻ ഇങ്ങനെ ഒലിച്ച് ഇറങ്ങാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഉറുമ്പ് വരും. അപ്പോൾ എടുക്കുമ്പോൾ തീർത്തെടുക്കണം, തേൻ വേറെ ബാക്കി വയ്ക്കണ്ട. ഇനിയിപ്പോൾ ആ മുട്ട അതിനകത്തേക്ക് ശരിക്കായി. ഇപ്പം രണ്ടാമത് വയ്ക്കുമ്പോൾ കൃത്യമായിട്ട് അതേ എങ്ങനെ ഇരുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ തന്നെ വയ്ക്കണം. കറക്റ്റായിട്ട് അതേ ഷേപ്പിൽ തന്നെ കറക്റ്റ് പൊസിഷനിൽ ശരിക്കും പ്രസ് ചെയ്ത് വെക്കണം. ഈ ആ കോല് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വേണമെങ്കിൽ കുത്തു കൊടുക്കാനാണ്, അല്ലെങ്കിൽ താഴെ വീഴും. കറക്റ്റായിട്ട് വാഴ മൂടാണ്ട് കോല് കുത്തു കൊടുക്കാം. ഇനി സൈഡിൽ മണ്ണ് എന്തെങ്കിലും വെച്ച് അടയിടും, ചെളിയോ ചാണകമോ എന്തെങ്കിലും വെച്ച് പൊത്തിയാൽ മതി. ഞാനിപ്പോൾ ചാണകം വെച്ചൊന്ന് ചെയ്തതാണ്. കൃത്യമായിട്ട് അടച്ചു വെച്ചിട്ടുണ്ട്. കൂടായതുകൊണ്ട് കുറച്ച് തേനുണ്ടായോളൂ. ഇച്ചിരി വലിയ ചിരട്ട വയ്ക്കുകയാണെങ്കിൽ ഇച്ചിരി തേൻ കൂടുതൽ കിട്ടും. ഇതിപ്പോൾ വളരെ ചെറിയ കൂടായിരുന്നു. ഇതേപോലെ വലിയ കൂടൊക്കെ വയ്ക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് വലിപ്പം കൂടുതൽ കിട്ടും.
നമ്മള് നേരത്തെ കുപ്പിയിൽ അടച്ചു വെച്ച ഈച്ചകള് തുറന്നു വിടാൻ പോവാണ്. തുറന്നിട്ട് കഴിഞ്ഞാൽ നമ്മൾ ആക്രമിക്കും. പക്ഷെ അത് കൃത്യമായിട്ട് വെച്ച് ഇനി അടുത്ത വീഡിയോയില് കൂടെ എങ്ങനെയാ വെക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യാൻ മറക്കരുത്.